ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ബഹജാസ് വ്ലോഗ്. പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ? ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ. കണ്ടോ ചിക്കനൊക്കെ? ഈ ചിക്കന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് നാടൻ കോഴിയാണ്. എൻ്റെ ഒരു പാവം കോഴി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ഷൗക്കത്ത് ഖാൻ്റെ ഒരു ഫ്രണ്ട് ഒരു തള്ളക്കോഴിനെയും 6 കുഞ്ഞു കുട്ടികളെ കേട്ടോ, വിരിഞ്ഞ കുഞ്ഞു കുട്ടികളെയും ഷൗക്കത്ത് ഖാക്ക് കൊടുത്തതായിരുന്നു. അങ്ങനെ അതിനെ ഇവിടെ കുറേ കാലം നോക്കി പുറത്ത് വിടുമ്പോൾ നായ കടിച്ചു കൊണ്ടുപോകും. ഞങ്ങളിവിടെ ഇല്ലല്ലോ, ഷോപ്പിലേക്ക് പോകുന്നതുകൊണ്ട് അതുകൊണ്ട് കൂട്ടിലെടുത്ത് വളർത്തിയതാട്ടോ. പിന്നെ ഒരു ദിവസം ഫുഡ് കൊടുക്കാൻ വേണ്ടി തുറന്നപ്പോൾ ഒന്ന് ഇറങ്ങി, പിന്നെ അതുപോലെ ഒന്ന് ഇറങ്ങി, അങ്ങനെയൊക്കെ നായ കടിച്ച് ഓരോന്നിനെ കൊണ്ടുപോയിട്ടോ. പിന്നെ തള്ളക്കോഴിനെ പാവല്ലേ എപ്പോഴും അതിൽ നിൽക്കല്ലേ വെച്ചിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചോട്ടെ വെച്ച് പുറത്തേക്ക് വിട്ടപ്പോൾ ഇതേപോലെ നായി കടിച്ച് കൊണ്ടുപോയിട്ടോ. അതിന് ശേഷം ഒരു പൂവൻ കോഴിയും ഒരു പെടക്കോഴിയും ഉണ്ടായി. ആ കുട്ടികൾ വലുതായി. ഓരെ ഞാൻ കൂട്ടിൽ ഇട്ടിങ്ങനെ വളർത്തിയിട്ടോ കുറേ കാലങ്ങൾ. പിന്നെ ഒരു ദിവസം അതിലത്തെ ഒരു കോഴിയും ചത്തുപോയി. പിന്നെ ഒരു പൂവൻ കോഴി മാത്രമായി. ആ പൂവൻ കോഴിയാണ് ഈ മോന്, പാവൻ്റെ കോഴി. അങ്ങനെ ഇതിനറക്കാനുള്ള കാരണം എൻ്റെ താത്തൻ്റെ മക്കളെല്ലാവരും കൂടെ എന്നെ കാണാൻ വന്നപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് കൊണ്ട് നിൽക്കുമ്പോൾ ഷൗക്കത്തിൻ്റെ ഉമ്മച്ചീൻ്റെ അടുത്ത് പോയപ്പോൾ താത്തൻ്റെ മോൻ്റെ ഭാര്യൻ്റെ അടുത്ത് ഉമ്മച്ചി ഇങ്ങനെ സംസാരിക്കുക ചെയ്തപ്പോൾ പറഞ്ഞ് ഞാൻ ചിക്കനൊന്നും ഉമ്മച്ചി കഴിക്കില്ല. അപ്പോൾ എന്താ അങ്ങനെ ചിക്കനൊന്നും കഴിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നാടൻ കോഴിയാണെങ്കിൽ കഴിക്കും, എനിക്ക് പൂതിയുണ്ട്, ഇവിടെ ഒരു കോഴിയുണ്ട് അതിനർത്ഥം ഞാൻ കഴിക്കേനും അറുക്കാൻ ആളില്ല എന്നിട്ടാണ്. അത് കേട്ടപ്പോൾ താത്തൻ്റെ മോൻ പറഞ്ഞു ഞാൻ അറുത്ത് തരാം, ഉമ്മച്ചിക്ക് വെച്ച് കൊടുക്കുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടടാ, വെറുതെ പറയണ അത്. അപ്പോൾ പറഞ്ഞു അല്ല, ഒരു പറയണതല്ലേ, മോളും പറയുന്നതല്ലേ, എന്തായാലും നമുക്ക് അറുത്തിട്ട് ഉമ്മച്ചിക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മച്ചി അതെല്ലാം കഴിക്കൂല, നിങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ താത്തൻ്റെ മോന് ഫസ്റ്റ് ടൈമായിട്ട് ഓനെ അറക്കുന്നതൊക്കെ, എന്നാലും ഓന് നല്ല രീതിയിൽ അറുത്തതിനെ. പിന്നെ എനിക്ക് കൈവേദന ആയതുകൊണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഫുള്ള് വൃത്തിയാക്കി ഇങ്ങനെ ആക്കി തന്നിട്ടോ. അങ്ങനെ അതിന് ശേഷം അവർ ടൈമില്ല, വാവ ഒറ്റക്കാണ്, വാവ കരയുമെന്ന് പറഞ്ഞിട്ട് വാവ ഉമ്മൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ട് ഒരു തിരിച്ചു പോയിട്ടോ. ഒരു പറഞ്ഞ ഞങ്ങളെപ്പോഴും ചിക്കനൊക്കെ കഴിക്കുന്നതല്ലേ, ഉമ്മച്ചിയല്ലേ കഴിക്കാത്ത, വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് താത്തൻ്റെ മോനും മക്കളും അനിയന്മാരും ഭാര്യയും എല്ലാവരും കൂടെ ഒരു തിരിച്ചു പോയിട്ടോ. അങ്ങനെ പോയപ്പോൾ എനിക്ക് സങ്കടമാവാട്ടോ ഇതിനെ തിന്നാൻ. കാരണം അത്രയും നല്ലൊരു കോഴിയേനു. നല്ലതല്ല എന്നാലും അറുക്കാൻ എല്ലാവർക്കും അറുത്ത് കഴിക്കാനുള്ള ഞങ്ങൾ കോഴിക്കടയിൽ നിന്നായാലും വാങ്ങുന്നതാണ്. എന്നാലും ഒരു ചെറിയൊരു സങ്കടം വന്നിട്ടോ, എനിക്ക് വേണ്ടേനു. പിന്നെ ഇത്രയും പ്രായമുള്ള ഒരാൾ പറഞ്ഞിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അറുത്തിട്ടോ. പക്ഷേ ഉമ്മച്ചി കാല് മാറി. അങ്ങനെ ഇതിനെ അറുത്ത് വൃത്തിയാക്കിയൊക്കെ തന്നപ്പോൾ ഞാനിത് നല്ല കറിയൊക്കെ വെച്ചു. പക്ഷേ ഉമ്മച്ചി ആ കറി കൂട്ടിയില്ല കേട്ടോ. ഉമ്മച്ചി പറയാണ് ഞാനെപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് വേണ്ട, ഞാൻ ചിക്കൻ തിന്നൂലല്ലോ മോളെ. അങ്ങനെയൊക്കെ ഉമ്മച്ചിൻ്റെ വർത്താനം കേട്ട് എൻ്റെ പാവം കോഴിനെ ഞാൻ അറുത്ത്. പിന്നെന്ത് ചെയ്യാനാ, പിന്നെ ഞാനെങ്ങനെയൊക്കെ കറി വെച്ച് ഞാൻ കൂട്ടിയെങ്കിലും ഉള്ളിലൊരു തൃപ്തി ഇല്ലാതാട്ടോ കൂട്ടിയത്. ഭയങ്കര സങ്കടമാവാം. പിന്നെ കുറച്ചൊക്കെ കൂട്ടി ബാക്കിയൊക്കെ കളഞ്ഞ് അങ്ങനെയൊക്കെ ആ ചിക്കൻ ഞാൻ തീർത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കറിയും മത്തി മുളകിട്ട് ചപ്പാത്തി ഉണ്ടാക്കി ചായ കാച്ചി. അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ രാത്രി ഞങ്ങളത്. അപ്പോൾ ഈ ചിക്കൻ കറീൻ്റെ കഥ പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് ഈ ചിക്കനേന്ന്. പിന്നെ ഇതെന്താ പറയുക, ഇത് ചായയും കാപ്പിയൊന്നും അല്ല കേട്ടോ, ഇത് മുത്താറി പൊടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ താത്ത എനിക്ക് ഡോക്ടറെ കാണിച്ചപ്പോൾ രക്തക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ താത്ത പറഞ്ഞു നല്ലതാണ് മുത്താറിപ്പൊടി, ഇങ്ങനെ കാച്ചി കുടിച്ചാൽ നല്ല രക്തം വെക്കും, അമ്മായിമ്മക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് താത്ത കൊടുത്തു വിട്ടതാട്ടോ ഇത്. അപ്പോൾ പിന്നെ എന്നും ഷൗക്കത്ത് ഞാനും ഉമ്മച്ചി ഓരോ ഗ്ലാസ് ഇതിപ്പോൾ കാച്ചിട്ട് കുടിക്കാറുണ്ട്. ഇതിങ്ങനെ കുടിച്ചാലും നല്ലതാണല്ലോ, മക്കൾക്കായാലും ഇത് വെരുകിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് അതുകൊണ്ട് കുറുക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്താലൊക്കെ നല്ലതാണ്. ഒന്നും അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ ഇത് കാച്ചിട്ട് കുടിച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും, രക്തം കൂടും, രക്തം വെക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഷുഗറുള്ളവർക്കും ഇത് നല്ലതാട്ടോ. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, തൈറോയ്ഡ് ഉള്ളവർ ഇതധികം കുടിക്കാൻ പാടില്ല എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം അതൊക്കെ നോക്കിയിട്ട് ചെയ്യണം. പിന്നെ എനിക്ക് തൈറോയ്ഡൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുടിക്കുക നല്ലതാണ് ഇത്.
കുടിക്കുന്നതും നല്ലതാണല്ലോ. പിന്നെ ശരീരത്തിൽ വെള്ളം ആയിക്കോളും. ഇതിങ്ങനെ പതിച്ച് പൊങ്ങി വരുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കുറുകി പോകും കേട്ടോ, അത് ടൈറ്റായി പോകും. അപ്പോൾ ഇതാണെങ്കിൽ അധികം കട്ടിയില്ലാതെ പച്ചവെള്ളം പോലാണ് എനിക്കിഷ്ടം. അങ്ങനെ കേട്ടോ ഞങ്ങൾ 3 ആളും കുടിക്കൽ. അപ്പോൾ അതൊക്കെ കുടിച്ച് ചപ്പാത്തി ഇതൊക്കെ കഴിച്ച് ഗുളികയൊക്കെ കഴിക്കാൻ നേരം ഈ ഒരു വെള്ളം കൂടെ കുടിച്ചിട്ടാണ് ഉമ്മച്ചി കിടക്കാറ് കേട്ടോ. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഇത് ശീലാക്കിയാൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാലോ, ചിലപ്പോൾ ബ്ലഡ് വെച്ചാലോ പറയാൻ പറ്റില്ലല്ലോ. ഒന്നല്ലെങ്കിലും ശരീരത്തിൽ വെള്ളമെങ്കിലും എത്തല്ലോ. അങ്ങനെ ഇതും കാച്ചി കുടിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. ഇനി മറ്റൊരു വീഡിയോയുമായി പിന്നൊരു ദിവസം വരാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ.